നിലമ്പൂർ വിധിയെഴുതാൻ ഇനി 7 നാൾ മാത്രം. ജമാഅത്തെ ഇസ്ലാമി PDP പിന്തുണയിൽ തിളച്ചു മറിഞ്ഞ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതിൽ കോൺഗ്രസിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് പരസ്യമായി രംഗത്തെത്തിയതോടെ വോട്ട് ചോർച്ച ആശങ്കയിലാണ് UDF. സമസ്തയിലെ ഭിന്നിപ്പും UDFിന്റെ കണക്കുകൂട്ടലിൽ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. സമസ്തയിലെ ഭിന്നിപ്പ് മുതലെടുക്കാൻ LDFും ശ്രമിക്കുന്നു. മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം താരപ്രചാരകർ കൂടി വരും ദിവസങ്ങളിൽ എത്തുന്നതോടെ പ്രചാരണം ഹൈ വോൾട്ടേജിലേക്കാകും. കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടിനെക്കുറിച്ച് അറിയില്ലെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇതിനിടെ പ്രതികരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകളും ഒന്നിച്ചു നിൽക്കുകയാണ്. വർഗീയ ഫാസിസ്റ്റുകളെ എതിർക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും ഞാൻ വാസ്തവത്തിൽ വാർത്തകളൊന്നും കാണാനും കേൾക്കാനും ഒന്നും സമയമില്ല. ഇത് എന്തായാലും ഒരൊറ്റ കാര്യം ഇതിലുള്ളത്, എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകളും ഒരുമിച്ച് നിന്ന് ഈ കേരളത്തിലെ 9 വർഷത്തെ ഈ അവസ്ഥയെ, അതേപോലെ ദേശീയ തലത്തിലാണെങ്കിലും വർഗീയ ഫാസിസം മുന്നോട്ട് വെക്കുന്ന അജണ്ടകളെ എതിർക്കാൻ അതിൻ്റെ ജാതി മത ഭേദമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. അത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടതാണ്, 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, അത് 2025 പ്രിയങ്ക ഗാന്ധിയുടെ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അത് ഈ ഒരവസ്ഥയിൽ ഇന്ന് ഏറ്റവും അഭികാമ്യമായ കാര്യം എല്ലാവരും ഇന്ന് ഇന്ത്യയിലെ ഭീഷണിയായ വർഗീയ ഫാസിസത്തെ എതിർക്കുക എന്നുള്ളതാണ്. അപ്പം അതനുസരിച്ചുള്ള ഒരു പിന്തുണ എല്ലാവരുടെ ഭാഗത്തും ലഭിക്കുന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനം UDFിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കണക്കുകൂട്ടലിലാണ് CPM ഉള്ളത്. വെൽഫെയർ പാർട്ടി ബന്ധത്തിൽ UDF മുന്നണിക്കകത്ത് തന്നെ ഭിന്നതയുണ്ടെന്നും അത് വരും ദിവസങ്ങളിലും കൃത്യമായി പ്രതിഫലിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസിന് ഒരു വിമർശനം വന്നിട്ടുണ്ടല്ലോ ഇപ്പം UDFിനെതിരായിട്ട് വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്ന ഒന്നാണ് വർഗീയ മുന്നണി ഉണ്ടാക്കി UDF ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ടും, ഇതേവരെ രഹസ്യമായിട്ടാണ്, ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ആ സ്വീകരിച്ച നിലപാടിനെതിരായിട്ട് അവരുടെ മുന്നണിക്കകത്തും പുറത്തും ഒക്കെ അതിശക്തിയായ രീതിയിലുള്ള നിലപാട് ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കത്തോലിക്ക കോൺഗ്രസിൻ്റെയൊക്കെ നിലപാട് അതിശക്തിയായ രീതിയിലാണ്, വിമർശനാത്മകമായ രീതിയിലാണ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഈ മുനമ്പം വിഷയത്തിലൊക്കെ ഒരുപക്ഷെ ഇടതുപക്ഷത്തിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് നിലപാടെടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മയപ്പെടുന്നു ഇപ്പോൾ. അങ്ങനെ ഒരു ഞങ്ങൾ മുനമ്പ് പ്രശ്നത്തിൽ ഉൾപ്പെടെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയും ഒഴിവാക്കാൻ പാടില്ല എന്ന് ആദ്യ ദിവസം പറഞ്ഞ ഒരാളാണ് ഞാൻ. ഒരാളെയും ഒഴിവാക്കുന്ന പ്രശ്നമില്ല. ഗവൺമെൻറ്റും അതിൽ ഉറച്ചു നിൽക്കുകയാണ്, CPIM ഉറച്ച നിലപാടിലാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ കൊണ്ട് ഹാഗിയ സോഫിയ ലേഖനം എഴുതിച്ചത് ജമാഅത്തെ ഇസ്ലാമി എന്ന് KT ജലീൽ. ഹാഗിയ സോഫിയ വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് വേദനയുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകില്ല എന്നും ജലീൽ പറഞ്ഞു. ഹാഗിയ സോഫിയ വിഷയത്തിൽ അവിടേക്ക് ക്രൈസ്തവർ ഇനി ആരാധനക്കായി പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനത്തെ ശക്തമായി അനുകൂലിച്ചുകൊണ്ട് ഒരു ലേഖനം തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതുകയുണ്ടായി. അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരും ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയെ എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് കൂടെ കൂട്ടുന്നത്? ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയോട് എതിർപ്പുണ്ട്, മുസ്ലിം വിഭാഗങ്ങൾക്ക് തന്നെ എതിർപ്പുണ്ടല്ലോ. സമീപനം LDFന് ദോഷം ചെയ്യുമോ? ഒരിക്കലും ദോഷം ചെയ്യില്ല. CV അനുമോദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഈ PDP ജമാഅത്തെ ഇസ്ലാമി പിന്തുണ, പരസ്യ പിന്തുണ, അത് വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടാക്കുമെന്നുള്ള ഭീഷണി ഇടത് വലത് ക്യാമ്പുകൾക്കുണ്ടോ? പ്രത്യേകിച്ച് UDFന്. ഇപ്പോൾ നമുക്കറിയാം, ഇന്നലെ സമസ്തയിലെ ഒരു വിഭാഗം രംഗത്തേക്ക് വന്നു, ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അവർ വോട്ട് ചെയ്യില്ല എന്നുള്ള ഭീഷണി പോലും മുഴക്കിയ സാഹചര്യമുണ്ടായി. അതിനു അപ്പുറമാണ് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് കൂടി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ ഈ വിഷയത്തിന് വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു വോട്ട് ചോർച്ച ഉണ്ടാകുമെന്ന ഭയം ഇപ്പോൾ UDFനുണ്ടോ? ഈ നെഗറ്റീവായ സാഹചര്യം അത് വേണ്ടുവോളം മുതലെടുക്കുന്നുമുണ്ടല്ലോ LDF.
അപ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയായി മുന്നോട്ട് പോകുന്നത്? ഇതിന് UDF ഏത് തരത്തിലാണ് മറുതന്ത്രം മെനയുന്നത്? വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയാണ് ഇപ്പോൾ UDF-നെ സംബന്ധിച്ച് അല്പം പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. വെൽഫെയർ പാർട്ടിക്ക് പരസ്യമായി പിന്തുണ അവർ അറിയിച്ച പിന്തുണ പരസ്യമായി UDF സ്വീകരിച്ചതോടെ വലിയ തോതിൽ തന്നെ സാമുദായിക സംഘടനകൾ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സമസ്തയുടെ രണ്ട് വിഭാഗത്തിലുള്ളവർ, അതായത് PMEKയും ഇതിനെതിരെ രംഗത്ത് വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസും ഈ വെൽഫെയറുമായിട്ടുള്ള സഖ്യം ഒരു വെള്ളപൂശലാണ്, ജനാധിപത്യ വിരുദ്ധമാണ് എന്നെല്ലാം ആരോപിച്ചുകൊണ്ട് UDF-നെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ രണ്ട് ഫാക്ടേഴ്സും, അതായത് ക്രൈസ്തവ വോട്ട് ബാങ്കുകളും മുസ്ലിം വോട്ട് ബാങ്കുകളിലും ഈ ഒരു വെൽഫെയറുമായിട്ടുള്ള സഖ്യമുണ്ടാക്കിയ ഒരു ബ്രേക്കപ്പ് അത് എത്രമാത്രം UDF-ന് ദോഷം ചെയ്യുമെന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും UDF ക്യാമ്പ് വിട്ടു നോക്കുന്നത്. പക്ഷേ ഇതിനെ മറികടക്കാൻ കഴിയും. ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിലുണ്ട്, പ്രചാരണത്തിൽ അത് തെളിയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിലവിലെ സാഹചര്യത്തിലുള്ള ഈ ഭരണവിരുദ്ധ വികാരവും സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധവും ഒക്കെ ഈ പ്രതിഷേധങ്ങളെ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളെ എതിർപ്പിനെ മറികടക്കാനുള്ള സഹായമാകുമെന്നൊരു കണക്കുകൂട്ടലാണ് UDF-നുള്ളത്. ഇപ്പോൾ UDF പ്രത്യേകിച്ച് ഇനി സർക്കാരിനെതിരെ കൃത്യമായിട്ട് ആഞ്ഞടിക്കുന്ന നീക്കങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മണ്ഡലത്തിലെത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൺവെൻഷനിലെ പ്രസംഗമായിരുന്നു മുഖ്യമായിട്ടും UDF പ്രചരണത്തിന് ഇത്രയും ദിവസം ഒരു പ്രധാന വിഷയമായിട്ടെടുത്തിരുന്നത്, പെൻഷൻ വിഷയം. ഇന്നിപ്പോൾ അദ്ദേഹം 11 മണിക്ക് പെൻഷൻസ് മീറ്റിലാണ് പങ്കെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കൺവെൻഷൻ്റെ തുടർച്ചയായിട്ടുള്ള ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ ഇന്ന് ആ കൺവെൻഷനിൽ വരും. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെയും കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും KC വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ അത് വലിയ തോതിൽ തന്നെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന ഇനിയുള്ള പരിമിതമായ ദിവസങ്ങളിൽ വലിയ തോതിൽ പ്രധാന വിഷയമാക്കുന്ന കാര്യങ്ങളായിരിക്കും. അതോടൊപ്പം തന്നെ മലപ്പുറം പരാമർശം, മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, അതും വരും ദിവസങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ UDF കുറെ കൂടി ശക്തമായിട്ട് ഉപയോഗിക്കും. ഇതൊക്കെ പഴയ കാര്യങ്ങളാണെന്നൊക്കെ ഇടതുപക്ഷം പറയുമ്പോൾ പോലും ഇതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി മലപ്പുറം വികാരം അത് കുറെ കൂടി വോട്ട് ബാങ്കിൽ സ്വാധീനം ചെലുത്താനുള്ള ശ്രമമാണ് UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അപ്പോൾ ഈ സാമുദായികമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾ നൽകുന്ന ഈ ഒരു സമ്മർദ്ദത്തെ ഭരണവിരുദ്ധ വികാരം ഉപയോഗിച്ചും ഭരണത്തിനെതിരായിട്ടുള്ള ഈ വിഷയങ്ങൾ ഉപയോഗിച്ചും നേരിടുക എന്ന ലക്ഷ്യമാണ് UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തീർച്ചയായും CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ തിരഞ്ഞെടുപ്പിന് ഇനി നിലമ്പൂർ വിധി എഴുതാൻ കൃത്യം പറഞ്ഞാൽ ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അവസാന ലാപ്പ് പ്രചാരണത്തിലും ഇത്തരം വിഷയങ്ങൾ വലിയ രീതിയിൽ സജീവമായ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിനിടെ താരപ്രചാരകർ കൂടി നാളെ ഈ പ്രചാരണത്തിന് ആവേശമേറ്റാൻ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. UDF ക്യാമ്പിനെ സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധി എത്തുന്നുണ്ട്. LDF ക്യാമ്പിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ എത്തുകയാണ്. മുഖ്യമന്ത്രി നാളെ മണ്ഡലത്തിൽ വരാനിരിക്കെ മലപ്പുറം പരാമർശം വീണ്ടും ചർച്ചയാക്കാനാണ് UDF-ന്റെ നീക്കം. എല്ലാ തെരഞ്ഞെടുപ്പ് വേദികളിലും വിഷയം ഉന്നയിക്കും. അടുത്ത 3 ദിവസം മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് റാലികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. VV അരുണാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അരുൺ,